അർജുൻ എന്ന പാണ്ഡ്യവെടലൻ ഒരു ഉണ്ടയില്ലാത്ത ഗുണ്ടയെ പിടിക്കാൻ പാകിസ്ഥാനിലെ ആരെയോ കെട്ടിക്കാൻ ഉണ്ടാക്കിയ ബിൽഡിങ്ങിന് മണ്ടയിൽ കയറുന്നു. അവിടെ വെച്ച് എല്ലാ ഗുണ്ടകളും കൂടെ വെടലനെ വളയുന്നു. എന്നിട്ടൊരു ഗുണ്ടയുടെ ഉണ്ട കൊണ്ട് അണ്ണൻ ഹോസ്പിറ്റലാവുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് വില്ലന്റെ വാക്കും കേട്ട് ഡോക്ടർമാർ അണ്ണനെ പേപ്പട്ടി മരുന്നടിച്ച് കയറ്റുന്നു. അതോടെ പാണ്ഡ്യക്ക് അരി ഏതാ പരി ഏതാ എന്നറിയാതെ എല്ലാം ഓർമ്മയും നഷ്ടപ്പെട്ട് പേ ഇളകുന്നു. പേപ്പട്ടി മരുന്നല്ലേ അടിച്ചത്, അതുകൊണ്ട് പേപ്പട്ടിയുടെ സൗണ്ടും പാണ്ഡ്യക്ക് കിട്ടുന്നു. പാണ്ഡ്യ കരിമ്പാറ. പാകിസ്ഥാൻ പോലീസ് പിടിച്ച ആ തൊരപ്പനെ പാകിസ്ഥാൻ ജയിലിലേക്ക് മാറ്റുന്നു. അവിടെ എത്തിയപ്പോ ആരോ അണ്ണനെ കാണാൻ ഡോൺലിയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് അണ്ണനെ മോട്ടറാക്കുന്നു. അതോടെ അണ്ണൻ അവിടെ ഉണ്ടായിരുന്ന 69 ആൾക്കാരെ അണ്ണൻ അടിച്ചു തൂറ്റിക്കുന്നു. അതും പോരാഞ്ഞിട്ട് പാകിസ്ഥാനിലെ മിസ്റ്റർ വാണക്കാട് മത്സരത്തിലെ ആൾക്കാരെ വരെ ഈ പൂച്ചാണ്ടി മോറൻ അടിച്ചു തൂറ്റിക്കുന്നു. ഓരോ പട്ടിത്തീട്ടങ്ങളെ. അങ്ങനെ ആ കിണാപ്പനെ എന്തിന്റെ കടിയെന്ന് മനസ്സിലാവാതെ പാകിസ്ഥാൻ പോലീസുകാർ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോ MRI സ്കാനും കൊളസ്ട്രോളും ഷുഗറും എയ്ഡ്സും ചെക്ക് ചെയ്തപ്പോ ഡോക്ടർമാർക്ക് മനസ്സിലായി ചെങ്ങായിക്ക് പേ ഇളകിയതാണെന്ന്. അതോടെ അവിടെയുള്ള എല്ലാവരെയും ചീറ്റിച്ച് അണ്ണൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അങ്ങനെ ഈ പൂച്ചാണ്ടി മോറൻ ആരാന്ന് കണ്ടുപിടിക്കാൻ നേരെ കയറി ചെല്ലുന്നത് ഐറ്റം ഡാൻസ് കളിക്കുന്ന പബ്ബിലേക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തൊരപ്പൻ ചെക്കൻ അണ്ണൻ ആരാ എന്താ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഈ മുടിഞ്ഞവർ ആരെ കാണാൻ പോകുന്നു അവർ ഓൺ ദ സ്പോട്ടിൽ ഡെഡ് ആവും. ഇവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ കാട്ടുപോത്തിന് വരെ പെണ്ണായി. അങ്ങനെ അണ്ണനും അണ്ണന്റെ പെണ്ണും കൂടെ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയപ്പോൾ ഏതൊക്കെയോ ഫുണ്ടകൾ വന്ന് അടിപിടി ഉണ്ടാക്കുന്നു. അതിന്റെ ഇടയിൽ നെയ്മറിനെ പോലെ ഒന്ന് ഹെഡ് ചെയ്യാൻ നോക്കിയതാണ് തേങ്ങ കൊണ്ട്. നെയ്മറിന് പകരം നായ്മോറിനായി. അങ്ങനെ അവന് പഴയ ഓർമ്മകളെല്ലാം വരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇത് അർജുനല്ല മാർട്ടിനാണ് എന്ന്. രണ്ട് കോയെ. അതെ, ഒറിജിനൽ അർജുനില്ലേ അത് ഇവനല്ല. അവൻ എവിടെയോ വെളുത്തു തുടുത്ത് സുന്ദര കുട്ടപ്പനായിരിക്കുന്നു. അതിന്റെ ഇടയിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. ബൈ ദ ബൈ, നമ്മുടെ ഒറിജിനൽ അർജുനില്ലേ അവനൊരു കസ്റ്റംസ് ഓഫീസർ ആയിരുന്നു. അവൻ വില്ലന്റെ മരുന്നുകളുള്ള കണ്ടെയ്നേഴ്സ് എല്ലാം പോർട്ടിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. അതിന്റെ ഇടയിൽ വില്ലന്മാർ നേരെ മാർട്ടിയേട്ടനെ കാണാൻ പോകുന്നു. 12,000 കോടി വിലയുള്ള ഇല്ലീഗൽ മരുന്ന് വില്ലന് എത്തിച്ചു കൊടുക്കാൻ ഈ നാറിക്ക് 7,000 കോടി വേണമെത്രേ. എരന്ന് തിന്നുന്നവനെ കരന്ന് തിന്നുന്ന ഒരുത്തൻ. ഗതികേട് കൊണ്ട് മാർട്ടിയേട്ടനുമായി അവൻ ഡീലാക്കുന്നു. അങ്ങനെ മാർട്ടിയേട്ടൻ അർജുന്റെ പേരിൽ ഒരുപാട് ആൾക്കാരെ തൂറ്റിക്കുന്നു. ആ തൊരപ്പനെ പിടിക്കാനാണ് അണ്ണൻ പാകിസ്ഥാനിലേക്ക് പോയത്. അങ്ങനെ പാകിസ്ഥാനിൽ ഒരു ബിൽഡിംഗിൽ വെച്ച് 2 കോയന്മാരും കൂടി അടിയുണ്ടാക്കുന്നു. ആ അടിപിടയിൽ ബിൽഡിംഗിന്റെ മണ്ടയിൽ നിന്ന് വീണാണ് ആ വെടലൻ ഇങ്ങനെയായത്. അങ്ങനെ പുതിയ കാലത്ത് മാർട്ടിയേട്ടൻ അർജുന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്നു. പെണ്ണിനെ കിട്ടണമെങ്കിൽ കണ്ടെയ്നർ വേണമെന്ന് മാർട്ടിയേട്ടൻ പറഞ്ഞപ്പോൾ അർജുൻ തെക്കോട്ട് നോക്കി നടക്കാൻ പറയുന്നു. പെണ്ണിനെ വേണ്ട, കണ്ടെയ്നർ മതി എന്നാണ് തൊരപ്പൻ പറയുന്നത്. അങ്ങനെ കണ്ടെയ്നർ എല്ലാം കൂടി പൂച്ചാണ്ടി മോറൻ അർജുൻ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആറ്റൻ ടാങ്കിൽ മാർട്ടിയേട്ടൻ വരുന്നു. എന്നിട്ട് ചീറ്റിക്കലും തൂറ്റിക്കലും. അങ്ങനെ എഗെയിൻ 2 കോയന്മാർ തമ്മിലടിയായി. അവസാനം വില്ലന്റെ കയ്യിൽ നിന്ന് 7,000 കോടി അടിച്ചു മാറ്റി മാർട്ടിയേട്ടൻ കാലുമാറുന്നു. അങ്ങനെ 2 കോയന്മാരും കൂടെ ഒന്നാവുന്നു. ഓന്ത് മാറുമോ ഇങ്ങനെ? രാജ്യസ്നേഹമുള്ള കള്ളക്കടത്തുകാരനായിരുന്നു മാർട്ടിയേട്ടൻ. അവസാനം വില്ലനെ കൊന്ന് 2 വെടലകളിൽ ചേട്ടനും അനിയനുമാവുന്നു. അങ്ങനെ ഒടുക്കും എല്ലാ കണ്ടെയ്നറും നശിപ്പിച്ച് മാർട്ടിയേട്ടൻ നന്മമരമാവുന്നു. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ബോംബുകൾ പൊട്ടുന്നു. ഇതിന് കാരണം മാർട്ടിയേട്ടനാണത്രേ. ഡോണ്ട് കോൾ മാർട്ടിൻ, കോൾ മീ മാർട്ടിൻ സിൻസ്. വെയിറ്റിംഗ് ഫോർ മാർട്ടിൻ സിൻസ് 2.